പെരുമാറാകട്ടെ. പ്രിയ സഹോദരന്മാരെ പങ്കുവച്ച ചിന്തകളോട് ചേർന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇത് ഏത് വർഷമാണ്, ഏത് സംവത്സരമാണ്? യോവേൽ സംവത്സരമാണ്. അപ്പം കേൾക്കുന്നുണ്ടായിരുന്നു, മനസ്സിലാക്കുന്നുണ്ട്. യോവേൽ സംവത്സരം ആണ്. യോവേൽ സംവത്സരത്തിൻ്റെ പ്രത്യേകത എന്താണ്? സുപ്രസാദ കാലം, രക്ഷാദിവസം, മടങ്ങി വന്ന് നമ്മുടെ അവകാശത്തെ, നഷ്ടപ്പെട്ടു പോയ അവകാശത്തെ നേടാനായിട്ടുള്ള വർഷമാണ്, സംവത്സരമാണ്. മടങ്ങി നമ്മൾ എങ്ങോട്ടാണ് വരുന്നത്? നമ്മളുടെ അവകാശം എന്താണ്? ഇസ്രായേൽ ജനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭവനങ്ങളും അവരുടെ നിലങ്ങളും കൃഷിത്തോട്ടങ്ങളും ഒക്കെ ആയിരുന്നു അവരുടെ അവകാശമായിരുന്നത് എങ്കിൽ, നമ്മുടെ ഈ ഒരുക്കനാളിൽ നമ്മുടെ അവകാശം എന്താണ്? നമ്മളെങ്ങോട്ടാണ് മടങ്ങി വരുന്നത്? ശു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതിനൊരർത്ഥം ഞാൻ കാണുന്നില്ല. ഇതെന്ത് ചോദ്യമാണ് എന്നാണോ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാകുന്നില്ല. നമ്മളുടെ മടങ്ങിവരവ് എങ്ങോട്ടാണ്? ക്രിസ്തുവിങ്കിലേക്കാണ്, അല്ലേ? ക്രിസ്തുവിനോട് ചേരുന്നതിന് വേണ്ടിയാണ് നമ്മെ, അല്ലെങ്കിൽ ക്രിസ്തുവിങ്കിലേക്കാണ് നമ്മളുടെ മടങ്ങിവരവ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുയേശുവിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ കർത്താവ് എന്താണ് ചെയ്യുന്നത്? കർത്താവിലേക്ക് മടങ്ങി വരുന്നവരെ കർത്താവ് എന്താ ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു. സഭയോട് ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സഭ ക്രിസ്തുവിൻ്റെ ആരാണ്? ശരീരമാണ്. പിന്നെ മണവാട്ടിയാണ്, അല്ലെ? അങ്ങനെയൊക്കെയല്ലേ നമ്മൾ വായിക്കുന്നത്? മണവാട്ടിയാണ്, ശരീരമാണ്. അപ്പോൾ കർത്താവ് ഈ യോവേൽ സംവത്സരത്തിൽ മടങ്ങി വരുന്ന ആളുകളെ തൻ്റെ ശരീരമാകുന്ന, സഭയാകുന്ന മണവാട്ടിയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ മണവാട്ടി എങ്ങനെയായിരിക്കണം? നമുക്കെല്ലാവർക്കും, ഒരുപക്ഷെ നിങ്ങളിൽ പലരും മണവാട്ടികളായും ഇനിയും മണവാട്ടികളാകാനും ഇരിക്കുന്ന ആളുകളാണ്. എങ്ങനെയാണ് ഒരു മണവാട്ടിയെ നമ്മൾ കാണുന്നത്? ഒരു വിവാഹത്തിന് പോയാൽ നാം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ആരെയാണ്? മണവാട്ടിയാണ്, അല്ലേ? മണവാളനെ അത്രത്തോളം ശ്രദ്ധിക്കുകയില്ല, മണവാട്ടിയാണ് കൂടുതൽ ശ്രദ്ധിക്കുക. മണവാട്ടിയെ ശ്രദ്ധിക്കുന്നത് എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? സാധാരണഗതിയിൽ കല്യാണത്തിനൊക്കെ പോയച്ച് തിരിച്ചു വന്നു കഴിയുമ്പം ഡേസി വരാത്ത കല്യാണങ്ങൾക്കൊക്കെ തിരിച്ചു വരുമ്പോൾ ഡേസിനോട് ചോദിക്കും, പെണ്ണെങ്ങനെയുണ്ടെന്ന് ചോദിക്കും. അപ്പോൾ നമ്മളെന്ത് പറയും? കുഴപ്പമില്ല എന്ന് പറയും. എന്നോടിപ്പം സുന്ദരിയാണോ എന്ന് ചോദിക്കാറില്ല. കാരണം അത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് പറയുന്നത് വേറെ രീതിയിലാണ്. കാരണം സൗന്ദര്യം എന്ന് പറയുന്നത് തികച്ചും ആന്തരികമായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ആ ചോദ്യം എനിക്കിഷ്ടമല്ല എന്നുള്ളത് ഈ കാലത്തിനുള്ളിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ ചോദിക്കുന്നത് എന്താ? എങ്ങനെയുണ്ടായിരുന്നു ഡ്രസ്സൊക്കെ എന്ന്, അല്ലേ? ആണോ? ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഡ്രസ്സിനെ കുറിച്ച് പറയുമ്പം പലപ്പോഴും നല്ലത് പറയാൻ പറ്റാറില്ല, എന്നാൽ പലപ്പോഴും നല്ലതായിരുന്നു എന്ന് പറയാനായിട്ടും കഴിയും. അപ്പം മണവാട്ടിയെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, മണവാട്ടി എങ്ങനെയുണ്ട് എന്നുള്ളതും, രണ്ട്, മണവാട്ടിയുടെ
വസ്ത്രധാരണം എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും കർത്താവിൻ്റെ മണവാട്ടിക്ക് ബാധകമാണോ? ആണോ? ഈ ചോദ്യം ചോദിച്ചാൽ തെറ്റിപ്പോകുമോ എന്നുള്ളതായ ഒരു ഭയം ആളുകൾക്കുള്ളതുകൊണ്ട് ഉത്തരം പറയാനായിട്ട് മടിയാണ്. അപ്പോഴാണ് ഷു 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 എന്നൊക്കെ ഇത് പറഞ്ഞു എന്ന് വരുത്തുകയും എനിക്ക് എന്തെങ്കിലുമൊക്കെ അറിയാം, ഒന്നും അറിയത്തില്ലായി ഇല്ല എന്നും ഒരു ധ്വനി. എന്നാൽ അത് കറക്റ്റാണോ എന്ന് ഉള്ളിൽ ഉറപ്പില്ലാത്തതുകൊണ്ട് നമ്മളത് വളരെ ശബ്ദം താത്തിക്ക് പറഞ്ഞ് അങ്ങ് രക്ഷപ്പെടുകയാണ്. ശരി, അതിനെക്കുറിച്ച് നമുക്ക് വചനത്തിൽ എന്താണ് വായിക്കുന്നത് എന്ന് നോക്കാം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ, ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു മണവാട്ടിയെക്കുറിച്ച് വായിക്കുന്നുണ്ട് അല്ലേ? ആ മണവാട്ടിയെക്കുറിച്ച് എങ്ങനെയാണ് വായിക്കുന്നത്? നിർമ്മല കന്യകയായി, ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ കന്യകയുടെ അതല്ലെങ്കിൽ മണവാട്ടിയുടെ എന്താണ് പ്രത്യേകത? 2 കൊരിന്ത്യർ 11:2 മണവാട്ടിയുടെ പ്രത്യേകത എന്താ? നിർമ്മല കന്യകയായിരിക്കണം. അപ്പോൾ മണവാട്ടിക്ക് പ്രാധാന്യമുണ്ടോ? മണവാട്ടിക്ക് പ്രാധാന്യം ഉണ്ട്. എന്താണ് പ്രാധാന്യം? നിർമ്മല കന്യകയായിട്ട് ആണ് കർത്താവിൻ്റെ മണവാട്ടി ഇരിക്കേണ്ടത്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് അവിടെ വ്യക്തമായി സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതായ കാര്യമാണ്. എന്താണ് അതിൻ്റെ പ്രാധാന്യം? ഇന്ന് അങ്ങനെ ജീവിത വിശുദ്ധീകരണത്തെക്കുറിച്ച് ഒന്നും അധികം ആരും പഠിപ്പിക്കാൻ താല്പര്യപ്പെടാറോ കേൾക്കാൻ താല്പര്യപ്പെടാറോ ഇല്ലാത്തതായ കാര്യമാണ് ജീവിത വിശുദ്ധീകരണം എന്നുള്ള വിഷയം. എന്താണ് അതിന് കാരണം എന്ന് ചോദിച്ചാൽ, അങ്ങനെയൊക്കെ വിശുദ്ധീകരണത്തെക്കുറിച്ചൊക്കെ പഠിപ്പിച്ചാൽ അത് കേൾവിക്കാർക്ക് അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല. കാരണം ജീവിത വിശുദ്ധീകരണം നമ്മളിൽ സംഭവിക്കണമെങ്കിൽ നമ്മളിലുള്ള എല്ലാ അഴുക്കുകളൊക്കെ മാറ്റി നമ്മൾ ശുദ്ധിയാകേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. പലപ്പോഴും അങ്ങനെ ശുദ്ധിയാകാനായിട്ടുള്ള താല്പര്യമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിശുദ്ധീകരണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അത്ര സുഖകരമായിട്ട് തോന്നുകയില്ല. അവർ കേൾക്കുമ്പോൾ അവർ തോന്നുന്നത് എന്താണെന്നറിയാമോ? എന്തെങ്കിലും പാപത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാവരിലും ഒരളവോളം എല്ലാ പാപത്തിൻ്റെയും അംശമുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെങ്കിലും 2 രീതിയിലാണ് ഈ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ ആളുകൾ ചിന്തിക്കുക. അവരിൽ അങ്ങനെ പ്രസംഗിക്കപ്പെടുന്ന ഏതെങ്കിലും പാപ സ്വഭാവങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ അവരിൽ അത് വളരെ പരസ്യമായിട്ടോ പ്രാമുഖ്യമായിട്ടോ ഉണ്ടെങ്കിൽ അവർ ചിന്തിക്കും ഇത് എന്നെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് വിചാരിക്കും. അല്ല, അത് മറ്റാരിലെങ്കിലും അങ്ങനെ പാപ സ്വഭാവങ്ങളെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവരെക്കുറിച്ചാണ് പറഞ്ഞതെന്ന് വിചാരിക്കും. എന്നാൽ നമ്മളിൽ എല്ലാവരിലും ഒരളവോളം എല്ലാ പാപ സ്വഭാവങ്ങളും ഒരളവോളം ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. അപ്പോൾ ഇത് രണ്ടായാലും നമുക്ക് പ്രയോജനമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം നമ്മെ ഒരു നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്യുവാൻ ഇപ്പോൾ കൊരിന്ത്യ സഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ ലോകത്തിൽ വിവാഹത്തിലൊക്കെ ഈ നിർമ്മലത എന്ന് പറയുന്നതൊന്നും ആർക്കും കണ്ടുപിടിക്കാനായിട്ട് കഴിയുകയില്ല. അല്ലെങ്കിൽ നിർമ്മലത എന്നൊക്കെ പറയുന്നതിന് പരിമിതികളും ഒക്കെ ഉണ്ട്. എന്നാൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഒരു മണവാട്ടിയെ നിർമ്മല കന്യകയായിട്ടല്ലാതെ കൊണ്ടുപോയാൽ കർത്താവ് സ്വീകരിക്കുമോ? നിർമ്മല കന്യകമാരെ മാത്രമേ കർത്താവിന് സ്വീകരിക്കാനായിട്ട് കഴിയുള്ളൂ. കാരണം ഇത് നിർമ്മലമാണോ അല്ലയോ എന്നുള്ളത് കർത്താവിനറിയാം. നമുക്ക് നമ്മുടെ ലോകത്തിൽ നമുക്കത് അറിയാനായിട്ട് കഴിയുകയില്ല, നിർമ്മല കന്യകയാണോ അല്ലയോ എന്നുള്ളത്. എന്നാൽ കർത്താവിനത് അറിയാം. അപ്പോൾ ഈ നിർമ്മല കന്യക എന്ന് പറയുന്നത് ഇവിടെ കൊരിന്തിലെ സഭയെക്കുറിച്ചാണ് പറയുന്നത്. പ്രാദേശികമായി കൊരിന്തിലുണ്ടായിരുന്നൊരു സഭയെക്കുറിച്ചാണ് നിർമ്മല കന്യക.
നിങ്ങളിൽ ഓരോരുത്തരും കന്യക എന്നുള്ള നിലയിലല്ല, നിങ്ങൾ ആകെ ഒരു കന്യക എന്നുള്ള നിലയിലാണ്. അതുപോലെ തന്നെ സാർവത്രിക സഭ എന്ന് പറയുന്നതായ ഒരു സഭയുണ്ടല്ലോ. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞപ്പോൾ ആ സഭ എന്ന് പറയുന്നത് ഈ കൂമ്പാറയിലുള്ള സഭയെക്കുറിച്ചല്ല, മറിച്ച് കർത്താവ് പണിയുന്നതായിട്ടുള്ള സഭയിലെ മെമ്പർമാരായി ഇതിനു മുമ്പുണ്ടായിരുന്നവരും മരിച്ചുപോയവരും ഇപ്പോൾ ഭൂമിയിലുള്ളവരും ഇനി രക്ഷിക്കപ്പെടാനുള്ളവരുമായിരിക്കുന്ന ആബാലവൃദ്ധം ആളുകളെ ഉദ്ദേശിച്ചാണ് കർത്താവ് ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറയുന്നത്. അങ്ങനെ പണിയുന്നതായിട്ടുള്ള സഭയുടെ പ്രാദേശികമായിട്ടുള്ള കൂട്ടങ്ങളെയും മണവാട്ടിയായും കന്യകമാരായും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കന്യകയാണ്. അപ്പോൾ ഒരു വലിയ കന്യകയുടെ ഭാഗമാകാൻ പോകുന്നതായിട്ടുള്ള ചെറിയ കന്യകമാരാണ് ഓരോ പ്രാദേശിക സഭകളും എന്ന് പറയുന്നത്. ഓരോ പ്രാദേശിക സഭയും അതിൽ തന്നെ ഒരു കന്യകയുടെ നിലയിൽ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു ശരീരം പോലെ പ്രവർത്തിക്കണം എന്നുള്ള പ്രമാണം ബൈബിളിൽ ഉള്ളതുകൊണ്ടാണ് ഞാനതിനെ ആ രീതിയിൽ സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂമ്പാറയിലെ ഈ നിർമ്മല കന്യക അല്ലേ, കൂമ്പാറയിലുള്ള സഭ അല്ലെങ്കിൽ കൽപ്പിനി സെൻറ്ററിലുള്ള, കൽപ്പിനി എന്നൊക്കെ പറയുമ്പോൾ അവിടെയുമൊക്കെ സഭകളുണ്ട്. കൽപ്പിനി സെൻറ്ററിലുള്ളതായിട്ടുള്ള ഈ ആരാണ് നിർമ്മല കന്യക. ഈ കൽപ്പിനി സഭയിലെ സഭ ഒരു നിർമ്മല കന്യകയാകണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു കന്യകയെ ഒരുക്കി വിവാഹത്തിന് കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും ചെളിയോ ചാണകമോ എന്തെങ്കിലും മുഖത്ത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും? ശരിയായില്ല എന്ന് പറയും. അല്ലെങ്കിൽ കന്യകയ്ക്ക് പറ്റിയതായ അല്ലെങ്കിൽ മണവാട്ടിക്ക് പറ്റിയതായ ഒരു കാഴ്ചയല്ലത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ എത്രത്തോളം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നുവോ അത്രത്തോളം കൽപ്പിനി സെൻറ്ററിലെ കന്യക നിർമ്മലമായിരിക്കും. ശരിയാണോ? ഇപ്പോൾ ഒരു മണവാട്ടിക്ക് നെറ്റിയിലൊരു അഴുക്കുണ്ടെങ്കിൽ നെറ്റിയിലല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല എന്ന് ആരെങ്കിലും വിചാരിക്കുമോ? കന്യക വിചാരിക്കുമോ? അല്ലെങ്കിൽ ഒരുക്കുന്നവർ വിചാരിക്കുമോ? ആരും വിചാരിക്കില്ല അല്ലേ? അപ്പോൾ നമ്മെ ഒരു നിർമ്മല കന്യകയാക്കി കർത്താവ് പണിയാൻ ആഗ്രഹിക്കുന്നു. കർത്താവിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ നിർമ്മല കന്യകയാകുന്നതിന് നമുക്ക് ഓരോരുത്തർക്കും വേണമെങ്കിൽ ഒരു തടസ്സമായി തീരാനായിട്ട് കഴിയും. എങ്ങനെയാണ് തടസ്സമായി തീരാൻ കഴിയുന്നത്? നാം അശുദ്ധിയിൽ ജീവിച്ചാൽ ആ ഭാഗം സഭാ വിശ്വാസികളെല്ലാവരും ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാണ് എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഒരാൾ ചൂണ്ടുവിരലാണ് എന്ന് വിചാരിക്കുക. ആ ചൂണ്ടുവിരൽ വൃത്തിഹീനമാണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? അതൊരു നിർമ്മലമായ കന്യകയല്ല. അപ്പോൾ നാം ഒരു നിർമ്മല കന്യകയായി തീരണമെങ്കിൽ നമ്മുടെ എല്ലാ അവയവങ്ങളും എല്ലാ ആളുകളും ആ നിർമ്മലതയിലേക്ക് വരേണ്ടത് ആവശ്യമാണ്. അങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഞാൻ കാരണം ഈ കൽപ്പിനി സെൻറ്ററിലുള്ളതായിട്ടുള്ള സഭ ഒരിക്കലും മലിനപ്പെടാനായിട്ട് പാടില്ല. അങ്ങനെ നമുക്ക് ചിന്ത വരാറുണ്ടോ? കൽപ്പിനിയിലെ സഭയ്ക്ക് നമുക്ക് സൗന്ദര്യം വർദ്ധിപ്പിക്കാനായിട്ട് കഴിയും. എങ്ങനെ? നമ്മെ തന്നെ വെടിപ്പാക്കി രൂപാന്തരപ്പെട്ട് നാം മുമ്പോട്ട് പോകുമ്പോൾ ആ മണവാട്ടി കൂടുതൽ കൂടുതൽ നിർമ്മലതയും ശോഭയുമുള്ളവളായിട്ട് തീരും. അപ്പോൾ അതാണ് നാം ചെയ്യേണ്ടത്. മണവാട്ടിക്കൊരു കളങ്കമായി തീരുവാനായിട്ടല്ല, കളങ്കമായി തീരുന്ന ഒരു അവയവമാകുവാനായിട്ടല്ല, മറിച്ച് മണവാട്ടിക്ക് സൗന്ദര്യവും ആകർഷണതയും വരുത്തുന്നതായിട്ടുള്ള ഒരു അവയവമായി തീരുക എന്നുള്ളതാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും കുറിച്ച്
ആഗ്രഹിക്കുന്നതായ കാര്യം. അപ്പോൾ എന്താണ് ഇപ്പം ബാബു ബ്രദർ പറഞ്ഞപ്പോൾ മറ്റൊരു കാര്യം സൂചിപ്പിച്ചു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ നിന്നും വല്ല കയ്പുള്ള വേരും, അല്ലേ, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കയ്പുള്ള വേര് മുളയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? കയ്പുള്ള വേര് മുളയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഏതൊരു വൃക്ഷങ്ങളെയും ചെടികളെയും എടുത്ത് നോക്കിയാൽ അതിനൊക്കെ വേരുണ്ട്. ആ വേര്, ആ ചെടിയെ സംബന്ധിച്ചിടത്തോളം ആ വേര് അതിൻ്റെ സ്വാഭാവികമായ വേരാണ് ആ ചെടിയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ആ സ്വഭാവത്തിന് ചേരാത്തതായ ഒരു വേര് മുളയ്ക്കുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്? കയ്പുള്ള വേരെന്ന് പറയുന്നത്, അല്ലേ? ഇപ്പം കാഞ്ഞിരത്തിൻ്റെ വേരെടുത്തു കഴിഞ്ഞാൽ കാഞ്ഞിരത്തിൻ്റെ ഇലയ്ക്കൊക്കെ കയ്പുണ്ട്, അപ്പോൾ കാഞ്ഞിരത്തിൻ്റെ വേരിനും കയ്പുണ്ടാകും. പക്ഷേ കാഞ്ഞിരത്തിൻ്റെ വേര് കയ്പില്ലാത്തതായിട്ട് വന്നാലാണ് അതിനെ കയ്പുള്ള വേരെന്ന് പറയുന്നത്. കാരണം അതിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് കയ്പാണ്. അപ്പോൾ സ്വഭാവത്തിന് വിരോധമായിട്ട് ഒരു വേര് മുളച്ചാൽ അതിനെ എന്തെന്ന് പറയും? കയ്പുള്ള വേര് എന്ന് പറയും. അപ്പോൾ ഒരു ദൈവസഭയുടെ കെട്ടുറപ്പിനും അന്യോന്യ ബന്ധത്തിനും സ്നേഹത്തിനും സൗമ്യതയ്ക്കും ദീർഘക്ഷമയ്ക്കും വിരോധമായിട്ട് എന്തെങ്കിലും ഒരു വേര് മുളച്ചാൽ അതിനെ നമ്മൾ എന്തു പറയും? കയ്പുള്ള വേര് എന്ന് പറയും. പ്രിയമുള്ളവരെ, ഞാൻ ഒരു പക്ഷേ നിങ്ങളെക്കാളേറെ അനേക സഭകളിലൂടെ കടന്നു പോയതായ ഒരു മനുഷ്യനാണ്. എൻ്റെ വിദ്യാഭ്യാസവും ജോലി സംബന്ധമായിട്ട് അങ്ങനെ ട്രാൻസ്ഫറായിട്ട് ഓരോ 4 വർഷവും ഒക്കെ കൂടുമ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. ഒരു 10-15 സഭയിലെ അംഗമായിട്ട് എനിക്ക് പ്രവർത്തിക്കാനായിട്ടുള്ള അവസരം എനിക്ക് ലഭിച്ചു. ഒരു പക്ഷേ നിങ്ങൾക്ക് ആർക്കും അത്രത്തോളം ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പോയതായിട്ടുള്ള എല്ലാ സഭകളിലും കണ്ടതായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് അവിടെയെല്ലാം ഈ കയ്പുള്ള വേര് അല്ല, വേരുകൾ മുളച്ച് അങ്ങനെ കലക്കമുണ്ടാക്കി കലങ്ങിക്കിടക്കുന്നതായിട്ടുള്ള സഭകളാണ് മിക്കവാറും എല്ലാ സഭകളും എന്ന് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. എല്ലാ സഭകളും. ഞാൻ അങ്ങനെ ഓരോ സഭകളിലും ചെല്ലുമ്പോൾ കുറച്ച് ദിവസം അവരുമായിട്ട് പരിചയപ്പെട്ട് കഴിയുമ്പോൾ പതുക്കെ നമ്മളുടെ അടുക്കിലേക്ക് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ വരും. തമ്മിൽ മിണ്ടാത്തവരും, തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഏഷണി പറയുന്നവരും, തമ്മിൽ അംഗീകരിക്കാത്തവരും, വീട്ടിൽ പോകാത്തവരും, വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാത്തവരും, വർഷങ്ങളോളം ഒരാൾ വിരോധം കാരണം വീട്ടിൽ പോകാത്തവരും, അങ്ങനെ ഉള്ളതായ ആളുകളുടെ ഒരു കൂട്ടമാണ് യഥാർത്ഥത്തിൽ ഇന്ന് സഭകൾ എന്ന് വിളിക്കുന്നതായ ഞാൻ അംഗമായിരുന്ന മിക്കവാറും എല്ലാ സഭകളും എന്ന് ഞാൻ ഓർക്കുന്നു. പക്ഷേ ഞാൻ ചെല്ലുമ്പോൾ ദൈവം എനിക്ക് തന്ന കൃപയ്ക്ക് ഒത്തവണ്ണം അവരെയൊക്കെ ഒന്ന് യോജിപ്പിച്ചും ഒക്കെ കൊണ്ടുപോകാനായിട്ട് എനിക്ക് ദൈവം കൃപയും അതിനുള്ള അവസരങ്ങളും തന്നിട്ടുണ്ട്. പക്ഷേ അതിന് ശേഷവും അങ്ങനെയുള്ള സഭകളിലൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെയൊക്കെ നടക്കുന്നതായിട്ട് ഞാൻ പിന്നീട് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കയ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കുക എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് സർവ്വസാധാരണമായിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും ഒരുമനപ്പെട്ടു പോകുന്നു എന്ന് പറയുന്നത് ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമാണ്. അങ്ങനെ പഠിപ്പിക്കാൻ പോലും ഇന്ന് ആളുകൾ ധൈര്യപ്പെടുകയില്ല. കാരണം പഠിപ്പിക്കുന്ന ആളുകൾക്ക് പലരോടും വിരോധവും വൈരാഗ്യവും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ പഠിപ്പിക്കാനായിട്ട് വരും. എനിക്കിപ്പോൾ നിങ്ങളോട് ആരോടെങ്കിലും എൻ്റെ ഹൃദയത്തിൽ ഒരു വിരോധം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അകൽച്ച വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ എനിക്കിവിടെ നിന്ന് പറയാനായിട്ട് കഴിയുമോ? ഇല്ല. ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പറയുവാനായിട്ട് കഴിയില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് ആരോടും വിരോധമില്ല എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിൻ്റെ സഭ എന്ന് പറയുന്നത് ഒരു ശരീരവും മണവാട്ടിയും നിർമ്മല കന്യകയുമായിട്ട് ഇരിക്കുന്നെങ്കിൽ മാത്രമേ അതിനെ സഭ എന്ന് വിളിക്കാനായിട്ട് കഴിയുള്ളൂ. ഒരു സഭയെ സഭ എന്ന് വിളിക്കണമെങ്കിൽ അത് ഒന്നായിരിക്കണം. എല്ലാവരും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം പഠിച്ചു. ഒരു മനസ്സും ഒരു ഭാവവും ഒരഭിപ്രായവും യോജിച്ചിരിക്കുന്നവരും എല്ലാവരുടെയും കൃപ എല്ലാവരും അനുഭവിക്കുന്നവരും ഒരു ഹൃദയമുള്ളവരും ഒരു വായുള്ളവരും അങ്ങനെയുള്ള ഒരു കൂട്ടത്തെ മാത്രമേ കർത്താവ് സഭയായിട്ട് പരിഗണിക്കുന്നുള്ളൂ. ഇനി 100 പേരുള്ള ഒരു കൂട്ടത്തിൽ അങ്ങനെയുള്ള 25 പേര് ഉണ്ടെങ്കിൽ
ആ 25 പേര് മാത്രമേ ആ സഭയുടെ അംഗമാകുന്നുള്ളൂ. ശരിയാണോ? ഒരുപക്ഷെ സഭായോഗത്തിൽ 100 പേര് കാണും. എന്നാൽ കർത്താവ് കാണുമ്പോൾ ശരീരത്തോട് ചേർന്നൊട്ടി സഹകരിച്ചാണോ പോകുന്നത്, ശരീരത്തിൽ നിന്ന് വിട്ടാണോ നിൽക്കുന്നത് എന്ന് മാത്രം അത് ആർക്കറിയാം? അത് കർത്താവിനറിയാം. അത് മനുഷ്യർക്ക് ആർക്കും അറിയില്ല. കർത്താവിനറിയാം. അപ്പോൾ കർത്താവ് 100 പേരുള്ള ഒരു കൂട്ടത്തിൽ നോക്കുമ്പോൾ അതിനകത്ത് ഏകഭാവത്തോടുകൂടി, ഐക്യത്തോടുകൂടി, ഏകസ്നേഹവുമുണ്ട്. അത് ക്രിസ്തുവിലുള്ള ഭാവം തന്നെയാണ്. അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഒരുമിച്ച് അവരിയ്ക്കുമ്പോൾ അതിൽ എത്ര പേര് ഒരുമിച്ചിരിക്കുന്നു അവർ മാത്രമേ കർത്താവിൻ്റെ മണവാട്ടിയായിരിക്കുന്ന സഭയുടെ ഭാഗം ആയിരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് കാര്യം. ശരി. അപ്പം ദൈവസഭ എന്ന് പറയുന്നത് അവർ ഒന്നാണെങ്കിൽ, അവരുടെ എല്ലാ കാര്യങ്ങളിലും ഒന്നാണെങ്കിൽ മാത്രമാണ് അതൊരു സഭയാകുന്നത്. കാരണം ഒരു ശരീരത്തിനകത്ത് 2 ഹൃദയമില്ല, 2 മനസ്സില്ല, ഒരു ശരീരത്തിൽ 2 വായില്ല, 2 അഭിപ്രായം പറയാനായിട്ട് ഒരു ശരീരത്തെ കൊണ്ട് പറ്റുകയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 2 ഹൃദയം, ഇരട്ടച്ചങ്കനെ കുറിച്ചല്ല കൊണ്ട് പറയുന്നത്. 2 ഹൃദയമൊന്നും ആളുകൾക്ക് ഇല്ല. അപ്പോൾ ഇവിടെ ഹൃദയം എന്ന് പറയുന്നത് ആക്ഷരികമായ ഹൃദയത്തെക്കുറിച്ചല്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ നിർമ്മല കന്യകയായിരിക്കണം. അപ്പോൾ പെണ്ണെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെണ്ണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ പെണ്ണിൻ്റെ വസ്ത്രമുണ്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ പറയണം? ഭയങ്കര മോശമായിരുന്നു, വൃത്തികേടായിരുന്നു നമുക്ക് പറയാൻ പാടുണ്ടോ മണവാട്ടിക്ക്? അങ്ങനെ ഞാനിന്ന് ഇച്ചിരി എൻ്റെ വിവാഹമാണ്, ഞാനിന്ന് വസ്ത്രം ധരിക്കാനായിട്ട് പോവുകയാണ്, ഞാനിന്ന് ഇച്ചിരി വൃത്തികേടായിട്ട് വസ്ത്രം ധരിച്ചേക്കാം എന്ന് ഏതെങ്കിലും മണവാട്ടി ചിന്തിക്കുമോ? ഇല്ലല്ലേ? അങ്ങനെ ആരും ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിച്ച ഒരാളെക്കുറിച്ചും ഒരുപക്ഷെ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റുകയില്ല. അപ്പോൾ നമുക്ക് മണവാട്ടിയായിരിക്കും, നമുക്കൊരു നല്ല ഡ്രസ്സ് വേണം. എന്താണ് ഡ്രസ്സ്? മണവാട്ടിയുടെ ഡ്രസ്സ് എന്തായിരിക്കണം? ഉറക്കെ പറ. ക്രിസ്തുവിനെ ധരിക്കുക. ശുഭ്രവും ശുദ്ധവുമായിരിക്കുന്ന വിശേഷ വസ്ത്രം. അതെന്താണ്? ബാബു സോരൻ പറഞ്ഞത് ശരിയാണ്. ചോദ്യം ചോദിക്കുമ്പോൾ ബാബു സോരൻ ഉത്തരം പറയണ്ടെന്ന് പറയേണ്ടി വരും. ഇനി വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നത്, നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നുവല്ലോ, അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കുഞ്ഞാടിൻ്റെ കല്യാണം വന്നു, അവൻ്റെ കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. കാന്ത തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. അപ്പോൾ നാം വിശുദ്ധരായാൽ മാത്രം പോരാ, നമ്മളുടെ വിശുദ്ധി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെയല്ല, കർത്താവിൻ്റെ വിശുദ്ധിയാണ്. അവൻ നമുക്ക് നീതിയും വിശുദ്ധീകരണവും വീണ്ടെടുപ്പും ജ്ഞാനവും ഒക്കെ ആയി തീർന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നാം കർത്താവിൽ വസിക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് വിശുദ്ധിയൊന്നുമില്ല. നാം കർത്താവിൽ വസിക്കുന്നുവെങ്കിൽ നാം വിശുദ്ധീകരണത്തിൽ മുന്നേറുന്നു എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ നമ്മുടെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലോ വിശുദ്ധീകരണത്തിൻ്റെ അടിസ്ഥാനത്തിലോ അല്ല, നാം ക്രിസ്തുവിലായിരിക്കുന്നുവോ എന്നുള്ള ഒറ്റ കാരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവം നമ്മെ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മെ തന്നെ നിർമ്മലീകരിക്കണമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്വഭാവങ്ങൾ നമ്മളിലൂടെ വെളിപ്പെടുന്നതാണ് നമ്മളുടെ വിശുദ്ധീകരണം എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ തന്നെ ഒരുക്കണം. അവൻ്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ തന്നെ. അച്ചുമോൻ ഇന്ന് പ്രബോധനം പറഞ്ഞപ്പോൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കുകയുണ്ടായി. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പ്രിയ സഹോദരങ്ങളൊക്കെ അതിനോട് ചേർന്ന് പറയുന്നുണ്ടല്ലോ എന്ന്. 13-ാമത്തെ വാക്യത്തിൽ, സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ. അപ്പോൾ ഈ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ വിശുദ്ധന്മാരുടെ
നീതിപ്രവൃത്തികൾ എന്ന് പറയുന്നതായ അലങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും പരസ്പരം ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഏത്? നമ്മളൊരു നിർമ്മല കന്യകയായി ക്രിസ്തുവിൻ്റെ നീതിവസ്ത്രം ധരിച്ചവരായി ക്രിസ്തുവിൽ വസിച്ചുകൊണ്ട് നാം മുമ്പോട്ട് പോകുന്നെങ്കിൽ ഈ സ്നേഹത്തിൽ അന്യോന്യം സേവിക്കുക എന്ന് പറയുന്നത് അതിൻ്റെ ഫലമായിട്ട് ഉളവാകുന്ന ഒരു കാര്യമാണ്. നാം അതിനെക്കുറിച്ചൊക്കെ ധാരാളം പഠിച്ചിട്ടുണ്ട്. കർത്താവ് മരിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ തീത്തോസിന് എഴുതിയ ലേഖനത്തിലാണെന്ന് തോന്നുന്നു, സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് തന്നെ വേർതിരിക്കേണ്ടതിന് അവൻ തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ നീതിപ്രവൃത്തികൾ എന്ന് പറയുന്നതായിട്ടുള്ള കാര്യമാണ് നമ്മളുടെ അലങ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ മണവാട്ടി നഗ്നയായി വിവാഹത്തിന് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആരെങ്കിലും സ്വീകരിക്കുമോ? വിവാഹവേദിയിലേക്ക് പ്രവേശനമുണ്ടോ? ഇല്ല. മണവാട്ടി ഒരിക്കലും നഗ്നയായിട്ടല്ല, ശുദ്ധവും ശുഭ്രവുമായിട്ടുള്ള വിശേഷ വസ്ത്രം ധരിച്ച് കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കണം. ആ ശുഭ്രവും ശുദ്ധവുമായിട്ടുള്ള വിശേഷ വസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാണ്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ മുമ്പാകെ നിൽക്കുമ്പോൾ ശുദ്ധവും ശുഭ്രവുമായ ഒരു വിശേഷ വസ്ത്രം ധരിച്ചുകൊണ്ടാണോ നാം നിൽക്കാൻ പോകുന്നത്? അതോ നാം എല്ലാവരും നഗ്നരായിട്ട് അവിടെ വെളിപ്പെടുമോ? ആരും ഒന്നും മിണ്ടുന്നില്ല. നാം എങ്ങനെയാണ് കർത്താവിൻ്റെ സന്നിധിയിൽ വെളിപ്പെടുവാനായിട്ട് പോകുന്നത്? വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതായിട്ടുള്ള കാര്യം, യോഹന്നാൻ അപ്പസ്തോലന് കർത്താവ് വരാനിരിക്കുന്ന ഒരു കാര്യത്തെ കാണിച്ചു കൊടുക്കുകയായിരുന്നു. അവിടെ ഒരു വസ്ത്രം ധരിക്കാത്തതായിട്ടുള്ള മണവാട്ടിയെ കാണിച്ചു കൊടുക്കുന്നില്ല. ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിച്ച ആളുകളെ മാത്രമേ അപ്പസ്തോലന് കാണിച്ചു കൊടുക്കുന്നുള്ളൂ. കർത്താവ് നമ്മെ രക്ഷിച്ചത് കൃപയാലാണ്, വിശ്വാസത്താലാണ്. യാതൊരു പ്രവൃത്തികളും അതിന് കാരണമല്ല. പക്ഷെ എന്തിനാണ് രക്ഷിച്ചത്? മുന്നൊരുക്കപ്പെട്ട സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. വിശേഷവസ്ത്രം ധരിക്കാത്ത ഒരു കാന്തയെ അപ്പസ്തോലൻ കാണുന്നില്ല, യോഹന്നാൻ അപ്പസ്തോലൻ കാണുന്നില്ല. വിശേഷവസ്ത്രം ധരിച്ച കാന്തയാണ്. അത് വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാണ്. ഒരു വലിയ സൂചി നിലത്ത് വീണാൽ കേൾക്കുമെന്ന് പറയുന്ന നിലയിലുള്ള ഒരു നിശബ്ദതയാണ് ഇപ്പോൾ ഈ ഹാളിലുള്ളത്. നമ്മെ എങ്ങനെയാണ് കർത്താവ് കാണാൻ പോകുന്നത്? അല്ലെങ്കിൽ യോഹന്നാനെ കർത്താവ് കാണിച്ചു കൊടുത്തതായ നീതിപ്രവൃത്തികളാൽ അലങ്കരിക്കപ്പെട്ടതായ ആ മണവാട്ടിയിൽ നാം ഉണ്ടോ? നാം അതിൽ അംഗങ്ങളാണോ? അതോ നമ്മളുടെ ഹൃദയങ്ങളിൽ ഇപ്പോഴും കയ്പും അല്ലേ ഒക്കെ നിറഞ്ഞ്, അല്ലേ, കയ്പുള്ള വേര് മുളച്ചു എന്ന് പറഞ്ഞതുപോലെ കയ്പുള്ള വേരൊക്കെ മുളച്ച് കയ്പായിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്?
രണ്ടിലൊന്നേ പറ്റുകയുള്ളൂ. ഒന്നുകിൽ എല്ലാം കളഞ്ഞ് നിർമ്മലകന്യകയായി നിലനിന്ന് നിർമ്മലകന്യകയായി ക്രിസ്തുവിൽ വസിക്കുന്നു, ക്രിസ്തുവിൽ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. നാം കർത്താവിൽ വസിക്കുന്നു എന്ന് നമ്മെക്കുറിച്ച് അവകാശപ്പെടുന്നുവെങ്കിൽ കർത്താവ് നടന്നതുപോലെ നടക്കുന്നവരാവണം. കർത്താവിൻ്റെ നടപ്പ് എങ്ങനെയായിരുന്നു? കർത്താവ് എങ്ങനെയാണ് നടന്നത്? കർത്താവ് ഇസ്രായേലിൻ്റെ വീഥികളിലൂടെ നടന്നത് എന്ത് ചെയ്തുകൊണ്ടാണ്? എങ്ങനെയാണ് നടന്നത്? ഒരല്പം ശൂശുവെങ്കിലും കേൾക്കട്ടെ. അതുപോലും ഇല്ലല്ലോ. കർത്താവ് എങ്ങനെയാണ് നടന്നത്? അവൻ രോഗികളെ സൗഖ്യമാക്കി, വിശക്കുന്നവർക്ക് ആഹാരം കൊടുത്തു, മുടന്തിരെ നടത്തി, കുരുടർക്ക് കാഴ്ച കൊടുത്തു, അല്ലേ? അങ്ങനെയല്ലേ നടന്നത്? പിന്നെ വചനം പ്രസംഗിച്ചു. ഇതൊക്കെയായിരുന്നു കർത്താവിൻ്റെ നടപ്പ് എന്ന് പറയുന്നത്. നമ്മളുടെ നടപ്പ് കർത്താവ് നടന്നതുപോലെയാണോ? കർത്താവിൻ്റെ ആ വഴിയിലൂടെയാണോ നാം സഞ്ചരിക്കുന്നത്? കർത്താവിനോടുകൂടെ കഷ്ടം സഹിക്കുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നാം ചിന്തിച്ചു. എന്നാൽ ഈ ആഴ്ച കർത്താവ് നടന്ന മറ്റൊരു വഴിയെക്കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത്. പ്രിയമുള്ളവരെ, നമുക്കൊരു സഭയായിട്ട് തീരണമെങ്കിൽ നാം ഓരോരുത്തരും നിർമ്മലമായി നമ്മെ തന്നെ സൂക്ഷിക്കുന്നു, ഒരു നിർമ്മല കന്യകയായി തീരുന്നവരും അതുപോലെ തന്നെ വസ്ത്രം ധരിക്കുന്നവരും ആയിരിക്കണം. വസ്ത്രമില്ലാത്തവരെന്നും സഭയുടെ അംഗമാണ് എന്ന് ചിന്തിക്കുവാനായിട്ട് യാതൊരു ന്യായവും ദൈവവചനം തരുന്നില്ല. ഉണ്ടോ ബാബു സഹോദര? ഇല്ല, അങ്ങനെയൊരു പ്രമാണം ഇല്ല. എൻ്റെ ചോദ്യം, നഗ്നയായ മണവാട്ടിയായി നാം വെളിപ്പാട് പുസ്തകത്തിൽ കാണുന്നില്ല. വിശേഷവസ്ത്രം, ശുദ്ധവും ശുഭ്രവുമായ വിശേഷവസ്ത്രം ധരിച്ച വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികളാകുന്ന വിശേഷവസ്ത്രം ധരിച്ച ആളുകളെ മാത്രമേ നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുള്ളൂ. തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ നിന്ന് ഇന്നലെ നാം ചിന്തിച്ചതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താണ്? ഞാൻ നല്ല പോർപ്പൊരുത് ഓട്ടം തികച്ച് വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചിരിക്കുന്ന ഏവർക്കും കൂടെ. ആ നീതിയുടെ കിരീടം കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ചുകൊണ്ട്, കർത്താവിൽ വസിച്ചുകൊണ്ട്, കർത്താവ് നടന്നതുപോലെ നടക്കുന്നവരായ ആളുകൾക്ക് കർത്താവ് വെച്ചിരിക്കുന്നതായിട്ടുള്ള നീതി വസ്ത്രം, നീതിയുടെ കിരീടം, വിശുദ്ധന്മാരുടെ നീതിപ്രവൃത്തികൾ, മണവാട്ടിയെ അലങ്കരിക്കുന്നതായ നീതിപ്രവൃത്തികൾ. പ്രിയമുള്ളവരെ, നാം ഇനിയും ചിന്തിക്കണം. ഞാനിങ്ങനെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു സഭായോഗം തുടങ്ങുവാനായിട്ട് തീരുമാനിച്ചത്? അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ കുറേ നേരം ഇന്നലെ ചിന്തിച്ചു. ഒരുപക്ഷെ ഏതെങ്കിലും ഇവിടെ അടുത്തുള്ള ഒരു സഭയിൽ, അല്ലെങ്കിൽ ഞാൻ പോയിക്കൊണ്ടിരുന്നതായിട്ടുള്ള സഭയിലോ ഒക്കെ പോയി അവിടുത്തെ ഒരു കേവലം അംഗത്വമൊക്കെ സ്വീകരിച്ച് അവിടെ ഇരുന്നായിരുന്നുവെങ്കിൽ സാധാരണ ആളുകളൊക്കെ ചിന്തിക്കുന്നത് അങ്ങനെയാണ്, അല്ലേ? പക്ഷേ അനേക സഭകളിലൂടെ കടന്നുപോയി ദൈവവചനത്തിന് യോഗ്യമായിട്ടുള്ള നിലയിലുള്ള ഉപദേശമോ ജീവിതവും ഇല്ലാതെ മനസ്സുമടുത്തു അങ്ങനെ വന്നപ്പോൾ ദൈവവചനപ്രകാരം ഉള്ളതായ ഒരു സഭ ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നിങ്ങൾക്കറിയാമല്ലോ, അങ്ങനെ ഏതെങ്കിലും ഒരു സഭയുടെ അംഗമായി അങ്ങോട്ട് പോകുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് വലിയ കഷ്ടപ്പാടുകളില്ല, ഉത്തരവാദിത്തങ്ങളില്ല, അങ്ങനെ അങ്ങ് പോകാം, അല്ലേ? എന്നാൽ ഉത്തരവാദിത്തങ്ങളും കഷ്ടപ്പാടുകളും ചെലവും ചിലവാക്കലും ഒക്കെ നമുക്ക് വരുന്നത് അതൊരു വലിയ ഉദ്ദേശത്തോടു കൂടി ആയതുകൊണ്ടാണ്. അതിൻ്റെ മനസ്സ് നമ്മൾ വയ്ക്കുന്നത്, നമ്മളെല്ലാവരും അതിന് മനസ്സ് വെച്ചിട്ടുള്ളവരാണ്. ആ മനസ്സ് വെച്ചിരിക്കുന്നത് ഒരു വലിയ ഉത്തരവാദിത്തമുള്ളത് കൊണ്ടാണ്. ആരെങ്ങനെ എവിടെ പോകുന്നു എന്നുള്ളത് നമുക്ക് ഒരു വിഷയമേ അല്ല. നമുക്ക് ദൈവവചനത്തിൻ്റെ നിർമ്മലതയിൽ ഒരു സഭയായിട്ട് മുമ്പോട്ട് പോകണം. എല്ലാവരും
പറയും, സഭകളിലുള്ള പ്രശ്നങ്ങൾക്കും വഴക്കുകൾക്കുമൊക്കെ ആളുകൾ പറയുന്ന ന്യായം എന്താണെന്നറിയാമോ? ഒന്നാം നൂറ്റാണ്ടിൽ അപ്പസ്തോലന്മാർ സ്ഥാപിച്ച സഭകളിലൊക്കെ എന്തോരം പ്രശ്നങ്ങളുണ്ടായിരുന്നു, കൊറിന്തിലെ സഭയിൽ നോക്ക് എന്നൊക്കെ പറയും അല്ലേ? തെറ്റായ ഒരു കാര്യത്തെയും മാതൃകയാക്കാനായിട്ട് നമുക്ക് യാതൊരു അവകാശവുമില്ല എന്ന് മാത്രവുമല്ല. അപ്പം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നു, അങ്ങനെ കൊരിന്തി സഭ എന്ന് പറഞ്ഞൊരു സഭയുണ്ട്, അവിടെ ഭിന്നതയും പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ മറ്റൊന്നുകൂടി എഴുതിയിട്ടുണ്ട്. എന്താണ്? അവരുടെ ഭിന്നതയും പക്ഷഭേദവും പരസ്പര സ്നേഹവും ബഹുമാനവും ഇല്ലായ്മയുടെ ഫലമായിട്ട് അവർ ഒരു സഭയായി കൂടി ഒരുമിച്ച് അപ്പം നുറുക്കി. എന്നിട്ട് എന്ത് സംഭവിച്ചു? ബലഹീനരും രോഗികളും കുറേ പേര് മരിക്കുകയും ചെയ്തു. അത് ആത്മീക മരണമാണെന്നൊക്കെ വ്യാഖ്യാനിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ ബലഹീനത, രോഗം, ഇത് രണ്ടും ആത്മീകമല്ലല്ലോ, അത് രണ്ടും ശാരീരികമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പിന്നെ മരണമെന്ന് പറയുന്നതും ശാരീരികമായിട്ട് ഉള്ള മരണം തന്നെ ആകാനാണ് സാധ്യത. കാരണം അനന്യാസിൻ്റെയും സഫീറയുടെയും ഒക്കെ കാര്യം നമ്മൾ കാണുന്നുണ്ടല്ലോ, അതൊക്കെ അവർക്ക് മരണകരമായി തീർന്നു എന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, കൊരിന്ത് സഭയിലെ ഭിന്നതകൾ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളുടെ ഇടയിലും ഭിന്നതകളാകാം എന്ന് നാം വിചാരിക്കുന്നുവെങ്കിൽ, കൊരിന്തി സഭയിലെ രോഗവും ബലഹീനതയും മരണവും അതും കൂടെ അംഗീകരിക്കാനും സ്വീകരിക്കാനും നാം തയ്യാറാവണം. അതിനാരും തയ്യാറാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പ്രിയമുള്ളവരെ, സഭ എന്ന് പറയുന്നത് ഒന്നാണ്. അതിനകത്ത് ഭിന്നത എന്നോ രണ്ടഭിപ്രായം എന്നുള്ളൊരു കാര്യം പോലും സഭയിൽ ദൈവം അനുവദിച്ചിട്ടില്ല. വചനത്തിൽ അങ്ങനെ കാണുന്നില്ല. ക്രിസ്തുവിൻ്റെ ഭാവം, ഏകഭാവമുള്ളവരായിരിക്കണം. അത് ആരുടെ ഭാവമായിരിക്കണം? ക്രിസ്തുവിലുള്ള ഭാവമായിരിക്കണം. ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ എന്തെങ്കിലും ഭിന്നത ഉള്ളതുകൊണ്ടാണോ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഭിന്നത ഉള്ളതുകൊണ്ടൊന്നുമല്ല, ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം സഭയെ എങ്ങനെ തകർക്കണം, എങ്ങനെ അതിൻ്റെ വിശുദ്ധിയെ തകർക്കണം, എങ്ങനെ ആളുകളെ തമ്മിലടിപ്പിക്കണം, എങ്ങനെ അതിനെ ചെതറിക്കണം എന്ന് ആഗ്രഹിച്ചും ആലോചിച്ചും എല്ലാവിധ ബുദ്ധിയോടും കൂടി നമ്മളിവിടെ 30-40 പേരുണ്ടെങ്കിൽ ഈ 40 പേരുടെയും അടുക്കൽ വരുന്നതായിട്ടുള്ള ഒരു പൈശാചിക സംവിധാനമുണ്ട്. ഏത് സമയത്തും നമ്മളെ വീഴിക്കാൻ മുളയ്ക്കുമ്പോൾ ഒരു ചെറിയ വേരാണ്, കൈപ്പുള്ള ഒരു ചെറിയ വേരാണ്. പിന്നെ അത് വേര് പടലമായിട്ട് തീരും. പിന്നെ അത് വൃക്ഷത്തെ മുഴുവൻ അത് വിഷമയമായി മാറ്റും. അങ്ങനെയുള്ള യാതൊരു വക പ്രശ്നങ്ങളും ഈ സഭയിൽ ഉണ്ടാവരുത് എന്നുള്ളത് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചും അങ്ങനെ ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും, ഉദാഹരണം പറഞ്ഞാൽ ആർക്കെങ്കിലും എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ അത് സഹോദരന്മാരോട് ആരോട് വേണമെങ്കിലും, ബാബു സഹോദരനോടോ സാബു സഹോദരനോടോ എന്നോടോ പറഞ്ഞ് എന്തിനും പരിഹാരമുണ്ടാക്കാൻ, എല്ലാവരെയും കേൾക്കാനും എല്ലാവരെയും പരിഗണിക്കാനും എന്ത് തെറ്റുണ്ടെങ്കിലും തിരുത്താനും ഉള്ള മനസ്സോടുകൂടിയാണ് നാം മുമ്പോട്ട് പോകുന്നത്. അതുകൊണ്ട് ആർക്കും ഒരു എതിരഭിപ്രായം വെച്ചുകൊണ്ടിരിക്കാനോ അത് പകർന്നു കൊടുക്കാനായിട്ടുള്ള യാതൊരു അവകാശവും യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്തതുമാകുന്നു. അപ്പോൾ കൈപ്പുള്ള വേര് മുളച്ച് കലക്കമുണ്ടാക്കി അനേകരെ മലിനപ്പെടുത്തി എന്താ അതിൻ്റെ അവസാനം? മാനസാന്തരപ്പെടാൻ പോലും കഴിയാത്തൊരു തലത്തിലേക്ക് ഇന്ന് അനേക സഭകളും മാറിപ്പോയിട്ടുണ്ട്. മാനസാന്തരപ്പെടാൻ കഴിയില്ല. അവരുടെ നോർമൽ എന്താണെന്നറിയാമോ? തമ്മിൽ മിണ്ടാതിരിക്കുന്നതും തമ്മിൽ വഴക്കുണ്ടാക്കുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടാക്കുന്നതും ഒക്കെയാണ് അവിടുത്തെ നോർമൽ എന്ന് പറയുന്നത്. ആരെങ്കിലും തമ്മിൽ സ്നേഹിക്കുന്നത് അവിടുത്തെ ഒരു അസ്വാഭാവികത അല്ലെങ്കിൽ അബ്നോർമാലിറ്റിയാണ്. അങ്ങനെയൊന്നും പ്രിയമുള്ളവരെ നമ്മുടെ ഇടയിൽ വരാതിരിക്കട്ടെ. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് അത് വരാതിരിക്കുള്ളൂ. നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. എന്ത് അഭിപ്രായ വ്യത്യാസമോ വ്യത്യസ്തമായ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിലും അതൊക്കെ പറയാനായിട്ടുള്ള സർവ്വസ്വാതന്ത്ര്യവും നമ്മുടെ സഭയിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു നിർമ്മല കന്യകയായി മണവാട്ടിയായി നമുക്ക് തീരാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെ നാം എപ്പോഴും പഠിപ്പിക്കുന്നത് പോലെ സൽപ്രവൃത്തികളാൽ അലങ്കരിക്കേണ്ടതായിട്ടുള്ള ആവശ്യവും നമ്മളിലുണ്ട്. സൽപ്രവൃത്തികളൊന്നും നമുക്ക് ചെയ്യാനില്ല എന്ന് നാം ചിന്തിക്കുന്നുവെങ്കിൽ, എനിക്ക് അങ്ങനെ ഒരു പരിപാടിയെ എൻ്റെ ജീവിതത്തിലില്ല എന്ന് വന്നാൽ, അങ്ങനെ ഒരാളെ യോഹന്നാൻ അപ്പസ്തോലന് കർത്താവ്
കാണിച്ചു കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ദൈവം നമ്മെ സഹായിക്കട്ടെ.